ഹിൻഡൻബർഗ് റിപ്പോർട്ട് ഇപ്പോൾ വലിയ ചർച്ചയാവുകയും കേന്ദ്ര സർക്കാർ പ്രതിരോധത്തിലാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണല്ലോ ഇപ്പോൾ നമ്മുടെ മുൻപിലുള്ളത്. കാരണം പഴയതുപോലല്ല, ആദ്യത്തെ വെളിപ്പെടുത്തലിനേക്കാൾ ഗൗരവതരമാണ് രണ്ടാമത്തെ വെളിപ്പെടുത്തൽ. സെബിയുടെ മേധാവി തന്നെ ഈ അദാനിയുടെ കടലാസ് കമ്പനികളിൽ നിക്ഷേപമുണ്ട് എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നിയന്ത്രിക്കാൻ ചുമതലപ്പെട്ട ഏജൻസിയാണ് സെബി എന്ന് പറയുന്നത്. അതിൻ്റെ മേധാവി ഇതിൻ്റെ പങ്കാളിയാണെന്ന് പറയുമ്പോൾ വലിയ തോതിൽ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുകയാണ്. കേന്ദ്രത്തിന് അതിൽ മറുപടിയില്ലാതെ നിൽക്കുന്ന സാഹചര്യമുണ്ട്. പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ പ്രതിപക്ഷം കേന്ദ്ര സർക്കാരിൻ്റെ മുൻപിലേക്ക് വയ്ക്കുകയാണ്. എന്തുകൊണ്ട് സെബി ചെയർപേഴ്സൺ രാജിവെക്കുന്നില്ല എന്ന ചോദ്യം, ഈ JPC അന്വേഷണത്തെ ഭയപ്പെടുകയാണോ, എന്തുകൊണ്ട് JPC അന്വേഷണം പ്രഖ്യാപിക്കുന്നില്ല എന്ന ചോദ്യം അടക്കം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പ്രതിപക്ഷം ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ മുൻപിലേക്ക് വയ്ക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ മറുപടി ഇല്ലാതെ നിൽക്കുന്ന സാഹചര്യമാണോ കേന്ദ്രത്തിനുള്ളത്? മനു, തീർച്ചയായിട്ടും ഈ ഹിൻഡൻബർഗ് റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ കേന്ദ്ര സർക്കാർ വലിയ തോതിൽ പ്രതിരോധത്തിലാകുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം നേരത്തെ 18 മാസങ്ങൾക്ക് മുന്നേ ആയിരുന്നു ഇത്തരത്തിൽ സെബിയുടെ ആദ്യ ഒരു റിപ്പോർട്ട് അദാനി ഗ്രൂപ്പിനെതിരെ ഓഹരി വിപണിയിൽ ഈ ഒരു പെരുപ്പിച്ച് കാണിച്ചു എന്ന ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള ആദ്യത്തെ ഒരു റിപ്പോർട്ട് വന്നത്. പക്ഷേ ഇപ്പോൾ പോലും അതിലെ ഒരു അന്വേഷണം കൃത്യമായി നടക്കുന്നില്ല എന്നതാണ്. സെബിയുടെ അന്വേഷണമടക്കം മന്ദഗതിയിലാണ് ഇപ്പോഴും നടക്കുന്നത്. അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് തന്നെയാണ് ഈ സെബിക്കെതിരെ ഒരു റിപ്പോർട്ട് ഇപ്പോൾ ഹിൻഡൻബർഗ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത്. മാധവി ബുച്ച് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ അന്വേഷണം വൈകിപ്പിക്കുന്നത് എന്നതടക്കമുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളായിരുന്നു ഹിൻഡൻബർഗിൻ്റെ രണ്ടാമത്തെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയത്. എന്തായാലും പ്രതിപക്ഷം ശക്തമായി തന്നെയാണ് വിഷയം ഏറ്റെടുത്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം തന്നെ പ്രതിപക്ഷം കൃത്യമായി തന്നെ ആവശ്യപ്പെടുന്നത് JPC അന്വേഷണം വേണം എന്നൊരു കാര്യമാണ്. അതോടൊപ്പം ഈ ഒരു ചെയർപേഴ്സൺ സ്ഥാനത്ത് നിന്ന് മാധവി ബുച്ച് എത്രയും പെട്ടെന്ന് രാജിവെക്കണം എന്നൊരാവശ്യം കൂടി പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഈ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. ഇന്നലെ രാത്രി രാഹുൽ ഗാന്ധിയും ചില ചോദ്യങ്ങൾ, എന്തുകൊണ്ട് ഇത്തരത്തിൽ രാജിവെക്കുന്നില്ല, JPC അന്വേഷണം നടത്തുന്നില്ല എന്നതടക്കമുള്ള ചോദ്യങ്ങൾ രാഹുൽ ഗാന്ധി ഇന്നലെ രാത്രി ഉന്നയിച്ചിരുന്നു. എന്തായാലും നിലവിൽ ചില പ്രതികരണങ്ങൾ സെബിയുടെയും മാധവി ബുച്ചിൻ്റെയും ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. സെബി ഈ ഒരു ആരോപണങ്ങളെയൊക്കെ തന്നെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത്. അതോടൊപ്പം ഹിൻഡൻബർഗിന് നോട്ടീസ് അയക്കുന്ന ഒരു സാഹചര്യം കൂടി, കാരണം കാണിക്കൽ നോട്ടീസ് അയക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. ഇതിലൊക്കെ തന്നെ സെബി നടത്തിയൊരു വിശദീകരണം എന്ന് പറയുന്നത് അത് സ്വാഭാവിക നടപടിയാണ്, അത്തരത്തിലൊരു കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം സെബിയുടെ പ്രവർത്തനങ്ങൾ തികച്ചും സുതാര്യമാണ്, ചില നിയന്ത്രണങ്ങൾ പല ഘട്ടങ്ങളിലും ഏർപ്പെടുത്താറുണ്ട് എന്നതടക്കമുള്ള ചില വിശദീകരണങ്ങളാണ് സെബി ഇന്നലെ വൈകിട്ടോടെ തന്നെ നൽകിയത്. അതോടൊപ്പം മാധവി ബുച്ച് ഈ ഒരു ആരോപണങ്ങൾ തള്ളി രംഗത്ത് വന്നിട്ടുണ്ട്. ഇതൊക്കെ തന്നെ ചില ഉണ്ടാക്കിയെടുത്ത ഇത്തരം തെളിവുകൾ, ആരോപണങ്ങളാണ് എന്നൊരു കാര്യമാണ് മാധവി ബുച്ച് ചൂണ്ടിക്കാട്ടുന്നത്. അതോടൊപ്പം ഈ ഒരു 2015 ഇത്തരത്തിൽ അക്കൗണ്ട് നിക്ഷേപം ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് ഇവർ ഈ ഇത്തരത്തിലൊരു ഔദ്യോഗിക ചുമതല വഹിച്ചിരുന്നതല്ല എന്നതാണ്. പ്രൈവറ്റ് സിറ്റിസൺസ് ആണ് മാധവി ബുച്ചും അവരുടെ ഭർത്താവും എന്നൊരു വിശദീകരണമാണ് കഴിഞ്ഞ ദിവസം മാധവി ബുച്ചിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. മനു, ശരി. വിഷ്ണു ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.